ഒരുവിധം എല്ലാ സംഭവങ്ങളും നമ്മൾ എത്തിപ്പെട്ടിക്കണത് മാഡത്തിനെ കൊണ്ട് വന്നതാ സൂക്ക് ജുമയൊക്കെ വന്നിക്കണത്. സൂക്ക് ജുമയിൽ വന്നപ്പോൾ നമ്മൾ വണ്ടി നിർത്തിയത് ഇവിടെ വണ്ടി നിർത്തി, അതാണ് നമ്മളെ വണ്ടി നിർത്തുന്നത്. അങ്ങനെ വെറുതെ ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കണ്ടിട്ട് അങ്ങോട്ട് പോകാലോ എന്ന് വിചാരിച്ച്. കോഴിയൊക്കെ കൂകണുണ്ട്. ഒരുപാട് സംഭവങ്ങൾ കാണാനുണ്ട്. പലതരം കോഴികളുണ്ട്, താറാവുണ്ട്, എന്തൊക്കെയൊക്കെയോ ഉണ്ട് സംഭവങ്ങൾ. വീഡിയോ ഫുള്ളായി കണ്ടു നോക്കി. ഇവിടെ 2 കോഴികൾ ഭയങ്കര കൊത്തും കൂടുണ്ട്. ഇതിനെന്തോ ഒരു പേര് പറയുമല്ലോ, അറിയുന്നവർ കമൻറ്റ് ചെയ്യണേ. നമ്മളെ കൂട്ടുകാരുണ്ട്, നമ്മളെ കൂട്ടുകാരനല്ല അനിയുണ്ട് ആഷിക്ക്, ഓനക്കിത് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. അതേപോലെ മഞ്ഞക്കിളി ഉണ്ട്, മഞ്ഞക്കിളി ചോപ്പ് തലക്കായിട്ട്. ഇതെന്താന്നുള്ളത് അറിയില്ല. ഇതതിൻ്റെയൊക്കെ ഏകദേശം ഇതിൽ പെട്ടതാ. ഇതും അതേപോലെ ലവ് ബേർഡ്സ്, ഇതൊക്കെ നമുക്ക് അറിയാം കേട്ടോ. ഇത് ലവ് ബേർഡ്സ് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഇതെന്തോ ഒരു സംഭവം, ഇത് അടക്കാക്കിളിയാണെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ ഇതും മറ്റേ ലവ് ബേർഡ്സിൻ്റെ ഇനത്തിൽ പെട്ടതാ. മഞ്ഞ, അതിൽ വെള്ള. ഇത് നമ്മളെ പ്രാവ്, അരിപ്രാവ് കാര്യങ്ങളൊക്കെ. അരിപ്രാവിൻ്റെ അതേ ഒരു ഇതിൽ പെട്ടത്. ഇതൊരു തത്ത. ഇത് സംഭവം വർത്താനം പറയണത് ഇതിൽ പ്രാക്ടീസ് കൊടുക്കുന്ന സംഭവമൊക്കെയാണ് കേട്ടോ. ഇത് നമ്മളെ മൈന 3 എണ്ണം ഉണ്ട്. പഠിച്ചോൻ എന്താകുന്നുള്ളത് ഒരു ഐഡിയ ഇല്ല. ഇന്നൊന്നിനും കൂടി എവിടെന്നെങ്കിലും കാണാൻ പറ്റിയാൽ കാണണം. അതേപോലത്തെ എല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ് നമ്മളെ കളർ കോഴി. ഞാൻ ആദ്യം വിചാരിച്ച് ഈ ഫ്രണ്ടിൽ കിടക്കുന്ന ചോപ്പ് ഉണ്ടോ ഏകദേശം തീരാനായിക്കണമെന്ന്. പിന്നെ മറ്റേത് മേലെ കൂടെ കിടന്ന് മറ്റേ തുരുപ്പ് പിടിച്ചപ്പോഴാണ് അത് നീച്ചിട്ട് ബാക്കിക്ക് മാറിയുന്നത്. സംഭവം എന്തായാലും എത്ര നല്ല ക്യൂട്ടായിട്ട് സംഭവം. എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായം പറയണേ. ഇത് ഫുള്ള് കളർ അടിച്ചിട്ട് വരുന്ന സാധനമല്ലേ. നമ്മളിപ്പോൾ ഉള്ളതേ ഫ്രൈഡേ മാർക്കറ്റ് ഉണ്ട്, സൂക്ക് ജുമ. കുവൈത്തിൽ നമ്മളെ സൂക്ക് ജുമ ഉണ്ട്, അവിടെയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളിതാ കുറച്ചിങ്ങനെ ഇതൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാ. നിങ്ങൾക്ക് കാണിച്ചു തരാം താറാവിൻ്റെ കുട്ടികൾ എന്തൊക്കെയുണ്ട്. വീഡിയോ ഫുള്ളായിട്ട് കാണി. ഞാൻ അതിലേ ഓരോരോ ക്ലിപ്പുകളാക്കിയിട്ട് ഞാനിങ്ങനെ ഇട്ട് തരണ്ട. ഓരോന്നിൻ്റെ ലവ് ബേർഡ്സ്, പ്രാവ്, എന്തോ ഒരു ഇത് കാട കുഞ്ഞുങ്ങളാണ്. കാടുണ്ട്, കാടൻ്റെ കുട്ടികൾ, പ്രാവ്. ഇത് കണ്ടോ എത്ര ക്യൂട്ടായിട്ടുള്ള ഒരു ഇതാണ് നോക്കി. താറാവിൻ്റെ കുട്ടികൾ. ഇങ്ങനെ പ്രാവുകളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. പിന്നെ മുയല്, എല്ലാ ഐറ്റംസും ഉണ്ട്. മുയല് പറഞ്ഞതെടുത്തില്ല. ഇതാണ്ട മുയലിൻ്റെ ചെറിയ കുട്ടികൾ, മുയല്, താറാവ്. താറാവിൻ്റെ എന്ത് ചന്ത താറാവിനെ കാണാനില്ലേ. ഒരു മഞ്ഞ കളറായിട്ട് പ്രാവുകളുണ്ട്, കോഴികൾ, അതേപോലെ ഗിരിരാജ, എല്ലാ ഐറ്റംസും ഉണ്ട്. ഇതൊക്കെയാണ്. അപ്പോൾ മാഡത്തിനെ കൊണ്ട് വന്നാൽ ഞാൻ ബാക്കി ഇങ്ങനെ ഓരോരോ ക്ലിപ്പ് ഞാൻ അതിലിട്ട് തരണ്ട്. ഇതാണ് ഇങ്ങനെ നീണ്ടു കിടക്കുന്നുണ്ട് ഈ സംഭവം. ഇവിടുന്ന് അറ്റം വരെ. അതേപോലെ തന്നെ ആ അറ്റം ഇത് ഫുള്ള് ഇതിൻ്റെ ആണ് സംഭവം. അതിന് ആ കാണുന്ന ബിൽഡിംഗ് ഉണ്ടോ, അത് ത്യൂരിൻ്റെ ആണ്. ത്യൂര് മറ്റേ നമ്മളെ ഇതില് ഒരു ക്രേസ് ഉണ്ടല്ലോ, ത്യൂര്. ഞാൻ കാണിച്ചു തരാം, നോക്കട്ടെ, അതൊന്ന് കാണിച്ചു തരാം. അതുണ്ടോ, ഇതാണ് സംഭവം. അവിടുന്ന് നമ്മളിതാ വേറെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ ഇങ്ങോട്ട് നോക്കി, കരിങ്കോഴിയോ, അതേപോലെ ഇതാ കരിങ്കോഴിയോ അല്ലേ ഇത് സംഭവം. അതേപോലെ ഇവിടെ ഒരു ഇത് കണ്ടത്, ചെറിയൊരു ആട്ടുകുട്ടി ഉണ്ട്. അങ്ങോട്ട് നോക്കി, കാണുന്നുണ്ടോ, അതാ അവിടെ. ബാക്കി എന്തൊക്കെയാന്നുള്ളത് നമുക്ക് ഉള്ളിലൊന്ന് കയറിയിട്ട് നോക്കി നോക്കാം. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. ഒച്ച ഭയങ്കര ഒച്ച ഉണ്ട്, കിളിയുള്ളതും. ഈ സൂക്കിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് ഇതാ ഒരു കെട്ടിയിട്ട് ഒരു കുഞ്ഞനാട്ടിനാണ്. ഇതിൻ്റെ പേര് കാര്യങ്ങളൊന്നും അറിയില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഒന്നിൻ്റെ പേരറിയില്ല കേട്ടോ. ഇതൊക്കെ അറിയാം, ഇത് കളർ കോഴി. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ആമ, ഇതൊക്കെ പെറ്റായിട്ട് വളർത്തുന്ന സംഭവമാണെന്നുള്ളതൊക്കെ അറിയാം. സംഭവം നമ്മൾ ഹൗസ് ഡ്രൈവർ ആടുന്നുണ്ടെങ്കിലും ഹൗസ് ഡ്രൈവറെ നമ്മളെ ഡ്യൂട്ടിയുടെ കാര്യങ്ങൾ സമയത്തൊക്കെ നമ്മൾ എൻജോയ്മെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, മാഡത്തിനെ ഇറക്കി കഴിഞ്ഞാൽ മൊബൈലിൽ ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കുന്ന പരിപാടിക്ക് പുറമെ മാഡം എവിടെയാണ് ഇറങ്ങുക, നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ചുറ്റിക്കിറങ്ങും. അത് ഭയങ്കര സംഭവമാണ്. എന്നിട്ട് വിളിക്കുന്ന സമയത്ത് അതപ്പോൾ വരുന്നത്. ഇതെന്താണെന്നറിയോ, ആഫ്രിക്കൻ പാരറ്റ്. ഇത് നമ്മൾ സംഭവം കയ്യിലുണ്ടായിരുന്നു ഖത്തറിലുള്ള സമയത്ത്. ഇത് തന്നെ ആ സംഭവം ആട് ഇത് തന്നെയാണത്, സെയിം ആട്. ഒന്നും കൂടി വീഡിയോ എടുത്തു തന്നെ ഉള്ളൂ. ഇതൊരു കുഞ്ഞനാട്. സംഭവം നോക്കിക്കോ, എന്ത് രസമല്ലേ. അതിനും ഇങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കണ്, കഴിക്കാനുള്ളതൊക്കെ കൊടുക്കുകയും ചെയ്തിട്ട് നമ്മളതിന് കുറച്ച് നേരം പോയി കളിപ്പിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിലിടുകയും ചെയ്യാം. ഒറ്റക്കായതുകൊണ്ട് ഇതാ തന്നെ ഇതിനങ്ങനെ
കൂട്ടിലിട്ടിരിക്കണം, ഒരുപാടുണ്ട്. മറ്റേ ഭയങ്കര കൂട്ടായതുകൊണ്ടാണെന്ന് തോന്നുന്നു ആദ്യം തന്നെ കെട്ടിയിട്ടിരിക്കണം അതിൻ്റെ പുറത്ത്. അതിൻ്റെ തൊട്ടപ്പുറത്ത് ഇതാ ഒരുവിധം കോഴി, ചേവൽ, താറാവൊന്നും പുറത്തിറങ്ങിക്കണം, അതിനാരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇത് നമ്മുടെ നാട്ടിലത്തെ ചേവൽ. നിങ്ങളുടെ നാട്ടിൽ ചേവലിന് എന്താ പറയുക? കമൻറ്റ് ചെയ്യണേ. ചേവൽ എന്നിട്ടിട്ട് അതിൻ്റെ അപ്പുറത്ത് നിങ്ങളുടെ നാട്ടിൽ എന്താണോ പറയുക അത് കമൻറ്റ് ഇട്ട്. പിന്നെ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ കുട്ടികൾക്കുള്ള കളിപ്പാട്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് മിസിരികൾ. സൂക്കിൻ്റെ മുന്നിൽ തന്നെയാണുള്ളത്. അടുത്തത് നമ്മൾ നേരെ കയറി പോകുന്നത് മീനിൻ്റെ ഒരു അക്വേറിയം കടയൊക്കെയാണ്. ഒരുവിധം മീൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുവിധമല്ല, ഈ ഷോപ്പ് മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഷോപ്പുണ്ട്. കോയത്തിൽ ആർക്കെങ്കിലൊക്കെ ഇതെന്താ അരവണ എന്തോ ഒരു പേരുള്ള മീൻ, ഇതിൻ്റെ പേരറിയില്ല. ഓക്കെ, മീനിനൊക്കെ നമുക്ക് ഇഷ്ടമാണ്. ഇത് നമുക്ക് എല്ലാവർക്കും ഗോൾഡ് ഫിഷ്, പക്ഷെ അതൊന്നല്ല അതിൻ്റെ പേര്. ഗോൾഡ് ഫിഷ് വേറെയാണ്. അപ്പോൾ ഇങ്ങനെ എൻജോയ്മെൻറ്റ് ചെയ്യുക. മേഡത്തിനെ കൊണ്ട് വല്ല പോസ്റ്റായി നിൽക്കുന്നു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ പോസ്റ്റായി നിൽക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ. എവിടെയെങ്കിലും പോയിക്കാൻ അവരവരെ പാട്ട് നോക്കി പോകും. നമുക്കുള്ള വെള്ളമോ കുടിക്കാൻ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് ഓല പാട്ടിന് പോകും. അപ്പോൾ നമ്മളെന്താക്കുക, അതിങ്ങനെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ നടക്കുക. എന്നിട്ട് അപ്പുറത്ത് എന്തെങ്കിലുമൊക്കെ കാണാണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഇരുന്ന് കാണുക. ഒരു ഭയങ്കര സംഭവമാണ്. അതാകുമ്പോൾ നമുക്കെന്താ പോസ്റ്റാവുന്നുള്ളൊരു ഫീലും വരില്ല. അങ്ങനെയൊക്കെയാണ് നമ്മൾ. എന്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ പറയും കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കറങ്ങാൻ ഇറങ്ങിയെന്ന് വിചാരിച്ചോ, നമ്മൾ പോസ്റ്റ് ആകാതിരിക്കാനാണ് നമ്മൾ അത് കറങ്ങാൻ ഇറങ്ങുന്നത്. അപ്പോൾ അവരെ സമയം കഴിഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഇന്ന പോലെ ഇതിൻ്റെ ഉള്ളിൽ കയറിയതാണ്, ഒന്നുമില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം പറയാം. അപ്പോൾ ഓക്കെ എന്നുള്ളത് അവരും പറയും. അപ്പോൾ എന്തായി, നമ്മളടുത്തുള്ള ദേഷ്യം ഉണ്ടാവില്ല, കാര്യം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ മൈനനെ കൂട്ടിലിട്ടിട്ടുണ്ട്. ഇതൊക്കെ വർത്താനം പറയുന്നു. നമ്മൾ ചോദിച്ചിട്ട് ഒരു വർത്താനമല്ല, ABCD പറഞ്ഞിട്ടില്ല മൂപ്പര്. 2 എണ്ണം ഉണ്ട്, അതേപോലെ അപ്പുറത്തുണ്ട് മൈന. ഇതിലൊന്നും ഒരു കാര്യം ഒന്നും മുണ്ടിടല്ലേ, വല്ല ദേഷ്യക്കാരെ പോലെ നിൽക്കുക, എന്താണെന്ന് അറിയില്ല. അതൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ കുറച്ച് പക്ഷികളെ പുറത്ത് വെച്ചേക്കുന്നതുണ്ട്. അത് കോക്ടെയിൽ കാര്യങ്ങളൊക്കെ, അത് പറന്നു പോകുന്നില്ല, അതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്തിങ്ങനെ. അവിടുന്ന് നേരെ ഉള്ളിലേക്ക് വന്നപ്പോൾ ഇവിടെ കുറേ പട്ടിക്കുട്ടികൾ, ഭയങ്കര സൗണ്ട് പറഞ്ഞാൽ ഭയങ്കര സൗണ്ട്. അതിൻ്റെ ഇടയിൽ വേറെ കുറച്ച് പട്ടിക്കുട്ടികളെ ഞാൻ കാണിച്ചുതരാം. ഇത്രയും സൗണ്ടിൽ മറ്റേ ഒച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ കിടന്നുറങ്ങണ പട്ടിക്കുട്ടികളും ഉണ്ട് ഇതിൻ്റെ കൂട്ടത്തിൽ. മൂപ്പര് നമ്മളെ കണ്ടിട്ടൊന്നല്ല കുരക്കണത്, ഭയങ്കര കുര. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഭയങ്കര സൗണ്ട് ഉണ്ട്. എന്നാലോ താഴത്ത് നന്നായിട്ട് കിടന്നുറങ്ങുന്ന ആൾക്കാരും ഉണ്ട്. പിന്നെ ഇത് നമുക്കൊക്കെ നായ്ക്കളാണേലും പിന്നെ ഒക്കെ പക്ഷികളാണേലും അങ്ങനത്തെ ഒരു മനുഷ്യനാണ് നമ്മൾ. പേര് കാര്യങ്ങളൊന്നും അറിയില്ല, ഏത് ജാതി ഏതാ വർഗം എന്നുള്ളതൊന്നും നമുക്കറിയില്ല. ഒക്കെ നമുക്കത് ഇതിൽ പെട്ടതാണ്. ഇതിനെ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് തൊട്ടപ്പുറത്തുണ്ട് ഭയങ്കര ക്യൂട്ടായിട്ട് നല്ല മുയലിൻ്റെ കുട്ടികളെ വെച്ചിട്ടുണ്ട്. ഒന്നൊന്നല്ല, ഈ 2-3 എണ്ണം ഉണ്ട്. ഇറ്റകൾ വലുതാകുമോ എന്നുള്ളതും അറിയില്ല, ഇതേ വലുപ്പം തന്നെ ആകുമോ എന്നുള്ളതും അറിയില്ല. ഇതാണ് അവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്, കാക്ക. ഇതിൻ്റെ പ്രൈസ് ഒന്നും ചോദിച്ചില്ല, എന്നാലും നോക്കി കാക്കനെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുള്ള ഒരു ഇത്. അതും കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു പൂച്ചുണ്ട്, അതും കരയണത് കണ്ട്. എന്നിട്ട് നമ്മളെ കൈക്ക് ഒരു സാധനത്തിന് തന്ന്, ഇതിൻ്റെ പേര് നമുക്കറിയില്ല. ഈ കയറിയ സംഭവങ്ങൾ, ഇതിൻ്റെ ഒരുവിധം ഒട്ടുമിക്ക സംഭവങ്ങളുടെ പേര് നമുക്കറിയില്ല. പക്ഷെ ഇതിനെ നല്ല രസമായിട്ട് നമ്മൾ അതിനെ കളിപ്പിക്കുന്നുണ്ട്. ചെറിയൊരു പേടി, ഇനി മുഖത്തേക്ക് ചാടും എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ അവൻ ചോദിച്ചപ്പോൾ നമ്മൾ കൈക്ക് തരുന്നത് ചെയ്ത്. ഈ സൂക്കിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ആ അറ്റത്തൊന്ന് ഇതാ അങ്ങനെ 1 റൗണ്ട് അടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ആ ആട്ടുംകുട്ടീനെ നമ്മൾ കളിപ്പിച്ചെന്ന് പറഞ്ഞിരുന്നില്ലേ, ഇതിങ്ങനെ സംഭവം സെറ്റാണ്. ഇത് വലുതാകുമോ എന്നുള്ളതൊന്നും അറിയില്ല, ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഒരു സംഭവം. ആട്ടുംകുട്ടി കൊണ്ടാടണമെന്നൊക്കെ ഉണ്ട്. നമ്മളെ ആരാൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. പിന്നെ ഇതിനും കൂടി പാർപ്പിച്ച് കഴിഞ്ഞാലേ നമുക്ക് അവിടുന്ന് വിടേണ്ടി വരും. അപ്പം നമ്മളിതാ അവിടുന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വണ്ടിയുടെ അവിടെ പോയിട്ട് മാഡത്തിനെ വെയിറ്റ് ചെയ്യണം. ഓരോരുത്തർ ഇതാ ഇങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പോകുന്നുണ്ട്. നമുക്കിനി ഇതാ പോകേണ്ടത് അവിടെയാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ, താങ്ക് യു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് അടിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സംഭവം കണ്ടതിൽ ഇഷ്ടപ്പെട്ടത് എന്താണെന്നുണ്ടെങ്കിൽ അതെന്താക്കുക, കമൻറ്റ് അറിയിക്കുക. അവിടെ തന്നെ ഒരു 2.5 മണിക്കൂറോളം പോസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ തൊട്ടപ്പുറത്ത് അൽട്രായ്ക്ക് വന്നിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, നമുക്കല്ല മാഡത്തിന്. അപ്പോൾ പൈസ എന്നിട്ട് പറഞ്ഞു, മാഡം ഈ പോയി ഫുഡ് കഴിച്ചു എന്നുള്ളത്. മാഷാല്ലാ, മാഡം ആൾ ഉഷാറാണ്. അൽഹംദുലില്ലാ, മാഡത്തിന് ദീർഘായുസ് മാഫിയത്തും റഹ്മത്തും ബർക്കത്തും എല്ലാം കൊടുക്കട്ടെ. ആമയും പറഞ്ഞോളിട്ടാ. അപ്പോൾ നമ്മളങ്ങനെ ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഹോട്ടൽ. മറ്റേ ടോം ആൻഡ് ജെറി എന്നാണ് ഹോട്ടലിൻ്റെ പേര് വരുന്നത്. സംഭവം കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല ഫുഡ് കാര്യങ്ങളൊക്കെയാണ്. 2ാമത്തെ പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത്. അതേപോലെ സമാവർ ചായയും കിട്ടും ഇവിടെ. ഇത് വരുന്നത് അൽറായി ലുലുവിൻ്റെ ബാക്കിൽ. നമ്മൾ സൂക്കുചുമ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, ഫുഡ് കഴിക്കൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അപ്പോൾ ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക, അതൊക്കെ പതിവ് പോലെ അതൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇവിടെ ഭയങ്കര തിരക്കായിരിക്കും ഫുൾ ടൈം. അങ്ങോട്ടും ഇങ്ങോട്ടും ബസ് കണ്ടോ, ബസ് കാണുന്നുണ്ടോ?
ബസ് അവിടെ ഇറക്കിയിട്ട് ആ പാലം കയറിയിട്ട് ആൾക്കാർ റോഡ് ക്രോസ് ചെയ്തിട്ട് പോണ ഇതാണ് ലുലു. ഇപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ നമ്മൾ ഗ്രാൻഡ് ഹൈപ്പർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അപ്പുറത്ത് ഇപ്പോൾ മേട ഇറങ്ങി. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവർക്കും. എപ്പോഴും പറയുന്ന പോലെ പതിവ് പോലെ അതന്നെ, ലൈക്ക് അടിക്കുക, കമൻറ്റ് അടിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.